ഒരു മാസത്തേക്കുള്ള സവോള കൊണ്ടുള്ള ഗ്രേവി ഉണ്ടാക്കി വയ്ക്കാം നമുക്ക്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു 1.25 കിലോ സവോളയുണ്ട്. ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണോ ഓയിലാണോ ഏത് വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ വെളിച്ചെണ്ണയിലാണ്. വഴറ്റിയെടുക്കുക. കുറച്ച് നേരം അധികം പിടിക്കും. ഇത് കുറേ അധികം ഉണ്ടല്ലോ, അപ്പോൾ വഴറ്റി വരാൻ നേരം പിടിക്കും. ഇത് വഴറ്റി കുറച്ച് കൊണ്ട് വാടിയതിന് ശേഷമാണ് ഇതൊക്കെ ഇടാൻ പാടുള്ളൂ. ഒരുവിധം വാടി കഴിഞ്ഞാൽ ഇടാം. അല്ലാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വെളുത്തുള്ളിയുടെ മണമൊക്കെ പോവും ആദ്യമേ തൊട്ട് ഇളക്കി തുടങ്ങിയാൽ. ഇപ്പോൾ കണ്ട ബ്രൗൺ കളറാവണം, പുളിയുറുമ്പിൻ്റെ കളറാവണം. അല്ലെങ്കിൽ നമ്മൾ ഏത് കറി ഇറച്ചി കറി വയ്ക്കായാലും അതിന് മധുരം വരും. സവോള പകുതി വേവായ മധുര. പിന്നെ മുളക് പൊടി ഇതിലിടാം. അപ്പോൾ അതിനുള്ള പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 100 മുളക് പൊടിയും 100 മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. സവോള അധികം ഉണ്ടല്ലോ. ഇനി നല്ലപോലെ ഇത് ഇട്ടിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം, മുളകിൻ്റെയും മല്ലിയുടെയും പൊടിയുടെ പച്ചമണം മാറി കിട്ടണം. അതുവരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ലെവലിൽ തക്കാളി ഇടാണ്ട് വേണമെങ്കിൽ ഇതിൽ നിന്ന് മാറ്റി എടുത്ത് വയ്ക്കാം. തക്കാളി ഇടണം എന്നുള്ളവരാണെങ്കിൽ ഇതിൽ വീണ്ടും തക്കാളി ഇടുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഇളക്കി നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് തക്കാളിക്ക് ആ ചൂടൊക്കെ കിട്ടി കഴിയുമ്പോൾ ഒന്ന് കമത്തി മൂടിയിടുക കുറച്ച് നേരം. തീ വളരെ കുറച്ച് വെച്ചിട്ട്. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക, യോജിപ്പിച്ച്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ കമത്തി മൂടി വയ്ക്കണം. അങ്ങനെ ഇതിന് നല്ല തക്കാളി കയ്യിൽ യോജിക്കുന്ന വരെ, കുഴമ്പനാവുന്ന വരെ നമ്മളത് മൂടി വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇരിക്കണം. ഞാനിതിൽ പച്ചമുളക് ഇടാൻ മറന്നുപോയി. ഈ പച്ചമുളക് ഇനി ഒന്ന് വാടി കിട്ടണം. അപ്പോൾ നമ്മളത് ഗ്രേവിയുടെ ഉള്ളിലേക്ക് അതിനെ പച്ചമുളകിനൊക്കെ ഒന്ന് ആക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക കുറച്ച് നേരം. കുറച്ചും കൂടി ആ തക്കാളി വാടി കിട്ടാണ്ട് കേട്ടോ. ഇതിങ്ങനെ തക്കാളി ആവാനായിട്ട് നേരം കുറച്ച് പിടിക്കും. തീ അധികത്തിലിടാൻ പാടില്ല. ചെറിയ തീയിൽ വെന്ത് കുഴഞ്ഞ് കിട്ടണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ സെറ്റായി. ഈ ഗ്രേവി തക്കാളി ഇട്ടത് കൊണ്ട് 2 ദിവസമൊക്കെ പുറത്തിരിക്കുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കണം. തക്കാളി ഇടാത്ത ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ പുറത്തിരിക്കും. നമ്മുടെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇറച്ചി കൂട്ടാൻ വയ്ക്കണമെന്ന് വെച്ചാൽ എടുത്താൽ മതി. അതിൽ നിന്ന് എടുക്കുക, ഇടുക. എളുപ്പമാണ് ഇത് ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. ഞങ്ങളെപ്പോഴും ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ആക്കി വയ്ക്കും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യത്തേക്ക് ഗ്രേവിക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇത് കണ്ട, ഇതാണ് ഗ്രേവി. പരമാവധി ഞങ്ങൾ തക്കാളി ഇടാണ്ടെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു തിക്കായിട്ട് കിട്ടും ചാറ്, ഈ തക്കാളി ഇട്ടിട്ട് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ. എന്നപ്പോൾ ഈ ഗ്രേവി ഇട്ട് വെച്ച മട്ടൻ കറി, ഉരുളൻകിഴങ്ങും നേന്ത്രക്കായും കൂടി ഇട്ട് വെച്ച് നാളികേരം വറുത്തരച്ച കറി. ഇത് ഞങ്ങളുടെ രസം. ഇത് പരിപ്പ് ചേർത്ത രസം. ഇങ്ങനത്തെ ഗ്രേവി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നാടൻ താറാവിൻ്റെ സ്കിന്നോട് കൂടിയ കറി. ഇത് ഗ്രേവി ഇട്ട് വെച്ച ബ്രോയിലർ കോഴി.